നമുക്കിനി കാളിയമർദ്ദനം കഥ കേട്ടാലോ. കൃഷ്ണന്റെ കഥ ഇഷ്ടമാണെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് കമന്റ് ചെയ്യും. കദ്രുവിന്റെ മക്കളായ സർപ്പങ്ങളും വിനതയുടെ മകനായ ഗരുഡനും തമ്മിൽ കടുത്ത പക നിലനിന്നിരുന്നു. ഒരിക്കൽ ഗരുഡൻ സർപ്പങ്ങളെ കൂട്ടത്തോടെ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവരൊരു കരാറിലെത്തി. ഓരോ മാസവും ഒരു മരച്ചുവട്ടിൽ ഗരുഡന് ഭക്ഷണമായി ഒരു സർപ്പത്തെ സമർപ്പിക്കണം. എന്നാൽ കാളിയൻ തന്റെ ശക്തിയിൽ അഹങ്കരിച്ച് ഗരുഡനുള്ള വിഹിതം മോഷ്ടിക്കുകയും ഗരുഡനെ വെല്ലുവിളിക്കുകയും ചെയ്തു. ക്രുദ്ധനായ ഗരുഡൻ കാളിയനെ ആക്രമിച്ചു. ഗരുഡന്റെ ചിറകടിയേറ്റു. കാളിയൻ ബോധരഹിതനായി. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി തേടി കാളിയൻ ലോകം മുഴുവൻ അലഞ്ഞു. അങ്ങനെ കരയും ജീവിക്കാൻ പ്രയാസമായപ്പോൾ കാളിയനും കൂട്ടരും കാളിന്തി നദിയിൽ ചെന്ന് താമസമാക്കി. ഗരുഡൻ കാളിന്തിയിൽ പ്രവേശിക്കാൻ ധൈര്യപ്പെടാറില്ല. അതിനൊരു ശാപത്തിന്റെ കഥയുണ്ട്. ഒരിക്കൽ ഗരുഡൻ ആകാശത്തു നിന്ന് അതിവേഗത്തിൽ താഴേക്ക് പറന്നു വന്ന് നദിയിലെ ഒരു വലിയ മത്സ്യത്തെ നഖങ്ങൾക്കിടയിലാക്കി. ഗരുഡൻ ആ മത്സ്യത്തെ കൊത്തിക്കീറി ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ അതിന്റെ രക്തത്തുള്ളികൾ തപസ്സു ചെയ്തിരുന്ന മഹർഷിയുടെ ശരീരത്തിൽ തെറിച്ചു. തപസ്സിലായിരുന്ന മഹർഷി അശുദ്ധിയാവുകയും അദ്ദേഹത്തിന്റെ ഏകാഗ്രത തകരുകയും ചെയ്തു. തന്റെ ദേഹത്തിൽ രക്തം വീഴ്ത്തിയ ഗരുഡന്റെ അഹങ്കാരം കണ്ട മഹർഷി അത്യധികം കോപിച്ചു. അദ്ദേഹം ഇപ്രകാരം ശപിച്ചു: നീ ഇനി കാളിന്തിയിൽ വന്നാൽ തല പൊട്ടിത്തെറിച്ച് സത്തുപോകട്ടെ. ഗരുഡൻ ഏൽപ്പിക്കപ്പെട്ട ഈ ശാപത്തെക്കുറിച്ച് കാളിയൻ അറിഞ്ഞു. ലോകത്ത് ഗരുഡന് പ്രവേശിക്കാൻ കഴിയാത്ത ഏക സ്ഥലം യമുനയിലെ ഈ ഭാഗമാണെന്ന് മനസ്സിലാക്കിയ കാളിയൻ തന്റെ കുടുംബത്തോടൊപ്പം അവിടെ അഭയം പ്രാപിച്ചു. ഗരുഡനോടുള്ള ഭയം മാറിയ കാളിയനും കൂട്ടരും അവരുടെ അഹങ്കാരം കാളിന്തി നദിയിലും കാണിക്കാൻ തുടങ്ങി. കാളിയന്റെ ശ്വാസത്തിലെ വിഷം കാരണം യമുനയിലെ വെള്ളം കറുത്തിരുണ്ടു. തീരത്തെ മരങ്ങൾ കരിഞ്ഞുണങ്ങി. ആ പ്രദേശം മുഴുവൻ ഒരു മരണക്കയമായി മാറി. ഒരിക്കൽ ബാലകൃഷ്ണൻ തന്റെ സുഹൃത്തുക്കളോടൊപ്പം പശുക്കളെ മേയ്ക്കാൻ യമുന തീരത്തെത്തി. വിഷം കലർന്ന വെള്ളം കുടിച്ചു പശുക്കളും ഗോപാലന്മാരും മരിച്ചു വീഴുന്നത് കണ്ട ഭഗവാൻ അവരെ തന്റെ ദിവ്യദൃഷ്ടിയ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. തുടർന്ന് നദി ശുദ്ധീകരിക്കാനായി അദ്ദേഹം ആ കറുത്ത വെള്ളത്തിലേക്ക് ചാടി. തന്റെ സാമ്രാജ്യത്തിലേക്ക് കടന്നുവന്ന കൃഷ്ണനെ കാളിയൻ തന്റെ ഉടൽ കൊണ്ട് വരിഞ്ഞു മുറുക്കി. എന്നാൽ കൃഷ്ണൻ തന്റെ ശരീരം അതിശക്തമായി വീർപ്പിച്ചു. പിടിയയഞ്ഞ കാളിയൻ തന്റെ അനേകം ഫണങ്ങൾ ഉയർത്തി കൃഷ്ണനെ കൊത്താനാഞ്ഞു. അപ്പോൾ ഭഗവാൻ ആ തലകൾക്ക് മുകളിലേക്ക് ചാടിക്കയറി കാളിയ മർദ്ദനം എന്ന വിശ്വപ്രസിദ്ധമായ നൃത്തം ആരംഭിച്ചു. ഭഗവാന്റെ പാദസ്പർശമേറ്റ് കാളിയന്റെ അഹങ്കാരം പൂർണ്ണമായും നശിച്ചു. കാളിയ പത്നിമാരുടെ അപേക്ഷ പ്രകാരം ഭഗവാൻ അവന് മാപ്പ് നൽകി. കാളിയന്റെ തലയിൽ കൃഷ്ണൻ തന്റെ പാദമുദ്രകൾ പതിപ്പിച്ചു. ഗരുഡനെ പേടിച്ചാണല്ലോ നീ ഇവിടെ ഒളിച്ചിരുന്നത്, ഇനി നിനക്ക് ഭയം വേണ്ട. നിന്റെ തലയിലെ എന്റെ പാദമുദ്രകൾ കാണുമ്പോൾ ഗരുഡൻ നിന്നെ ഉപദ്രവിക്കില്ല. നീ സമുദ്രത്തിലേക്ക് മടങ്ങുക. ഇതോടെ യമുനയിലെ വിഷം മാറി വെള്ളം തെളിഞ്ഞു. മഹർഷിയുടെ ശാപം കാരണം ഗരുഡനിൽ നിന്ന് രക്ഷപ്പെട്ട കാളിയൻ ഒടുവിൽ ഭഗവാന്റെ പാദമുദ്രയാൽ ഭയത്തിൽ നിന്ന് എന്നേക്കുമായി മുക്തനായി. കഥ ഇഷ്ടമായെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ.